പ്രിയപ്പെട്ടവരെ, ഈ ആഭ്യന്തര ഹർമ്മ്യത്തിന്റെ ഓരോ പുസ്തകങ്ങളിൽ ഇപ്പൊ നിങ്ങൾക്ക് ആഭ്യന്തര ഹർമ്മ്യം ഒന്നെടുത്ത് വായിച്ചാൽ മതി. നിങ്ങൾ ഇനി ഇതിൽ കൂടുതലുള്ളത് കിട്ടും. അപ്പോ ഓരോ പേജുകളിലും നമ്മൾ കണ്ടെത്തുന്നത് ഇതുപോലെ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരുന്നതിനുള്ള ചെറിയ ചെറിയ സൂത്രങ്ങളാണ്, ടെക്നിക്കുകളാണ്. ഇനി അപ്പൊ അച്ഛനത് വിടുകയാണ് ഇപ്പോ തൽക്കാലത്തേക്ക്. 8ാമതായി, സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. എങ്ങനെ സ്നേഹിക്കുക? സ്ഥിരതയോടെ ത്യാഗമനോഭാവത്തോടെ സ്നേഹിക്കുക. ഒരു സഹോദരി, അവൾക്ക് ഇപ്പോ 4 കുട്ടികളുണ്ട്. 4 അവിടെ 3 ഒന്ന്. അപ്പോൾ ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഈ മൂത്ത കുട്ടി എന്റെ ഭർത്താവിന്റെ കുട്ടിയല്ല. അപ്പോ എനിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും ദുഃഖദുരിതങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് പക്ഷെ ഞാൻ ഈ കുട്ടിയെ നശിപ്പിക്കാൻ തയ്യാറായില്ല. ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിന്റെ ഗവൺമെന്റില് അവർ എനിക്ക് അഭയം തന്നു. അവിടെ ഞാൻ 3 മാസം താമസിക്കുകയും കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇതൊക്കെ അറിഞ്ഞ മറ്റൊരു സഹോദരൻ എന്നെ ഭാര്യയായി സ്വീകരിച്ചു. ആ ബന്ധത്തിലുള്ളതാണ് മറ്റു 2 കുട്ടികൾ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ സ്ഥിരതയില്ലാത്ത സ്നേഹം, സ്ഥിരതയില്ലാത്ത പ്രണയം, അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോ, തെറ്റിദ്ധാരണകൾ ഉണ്ടായപ്പോ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ വിട്ടുവേഷിച്ചു പോയ പ്രണയമാണ്. ഇനി ഈശോയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നു, പീഡനങ്ങൾ ഉണ്ടാകുന്നു. പത്രോസിനും പൗലോസിനും ഒക്കെ ഉണ്ടായതുപോലെ കാരാഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഇപ്രകാരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ നീ സ്ഥിരതയോടെ സ്നേഹിക്കുമോ? എത്രയോ ശുശ്രൂഷകരാണ് ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ പേരിൽ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ടുള്ളത്.